ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. അനധികൃത കുടിയേറ്റം രാജ്യത്തെ ജനസംഖ്യാ സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വാണിജ്യ കയറ്റുമതി 7.3% വർദ്ധിച്ച് $37.24 ബില്യൺ ഡോളറിലെത്തി. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ചലഞ്ചേഴ്സ് വിഭാഗത്തിൽ ഇന്ത്യയുടെ എം പ്രാണേഷിന് കിരീടം. വാർത്തകൾ വിശദമായി. ദ്വാരക എക്സ്പ്രസ് വേയുടെ ഡൽഹി സെക്ഷൻ ഉൾപ്പെടെ 11,000 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ശിവമൂർത്തി ദ്വാരക സെക്ടർ 21ലെ അടിപ്പാത, ദ്വാരക സെക്ടർ 21ലെ അടിപ്പാത മുതൽ ഡൽഹി ഹരിയാന അതിർത്തി വരെയുള്ള പാത എന്നിവയാണിവ. അർബൻ എക്സ്റ്റൻഷൻ റോഡിന്റെ രണ്ടാം ഘട്ടം അലിപ്പൂർ മുതൽ ദിജാവോൺ കലാൻ വരെയുള്ള പാതയും ബഹാദൂർഘട്ടിലേക്കും സോണിപത്തിലേക്കുമുള്ള പുതിയ ലിങ്കുകളും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. അനധികൃത കുടിയേറ്റം രാജ്യത്തെ ജനസംഖ്യാ സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം കുടിയേറ്റങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഡെമോഗ്രാഫി മിഷനും അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. ആദിവാസി വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമം നടക്കുകയാണ്. ഇത് ഒരു രീതിയിലും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. डेमोग्राफी परिवर्तन होता है तब राष्ट्रीय सुरक्षा के लिए संकट पैदा होता है. देश की एकता, अखंडता और प्रगति के लिए ये संकट पैदा, सामाजिक तनाव के बीज बो देता है. और कोई देश अपना देश घुसपैठियों के हवाले नहीं कर सकता है. तो हम भारत को कैसे कर सकते हैं? हमने एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है. इस मिशन के द्वारा भारत पे मंडरा रहा है जो संकट है उसको निपटाने के लिए तय समय में सुविचारित निश्चित रूप से अपने कार्य को करेगा. നാസയുടെ ആക്സിയം ബഹിരാകാശ ദൌത്യ വിജയത്തിന് ശേഷം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല നാളെ ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷ. സമൂഹമാധ്യമ പോസ്റ്റിൽ ശുഭാൻശു ശുക്ല തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. യുഎസിലെ ആഴ്ചകൾ നീണ്ട പുനരധിവാസത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണെന്ന് ശുഭാൻശു സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലുമായി ഏകദേശം 1150 ടോൾ പ്ലാസകളിൽ ഇന്നലെ മുതൽ ഫാസ്ടാഗ് വാർഷിക പാസ് സൌകര്യം നടപ്പിലാക്കിയതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഇതോടെ ഫാസ്ടാഗ് ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കി. ഇന്നലെ മാത്രം 1.4 ലക്ഷത്തോളം ഉപയോക്താക്കളാണ് പാസ് വാങ്ങിയത്. രാജ്യത്തെ വാണിജ്യ കയറ്റുമതിയിൽ കഴിഞ്ഞ മാസം വൻ വർധന. വാർഷിക കണക്കിൽ 7.3% വളർച്ച നേടി $37.24 ബില്യൺ ഡോളറിലെത്തി. എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് സാമഗ്രികൾ, രാസജൈവ സംയുക്തങ്ങൾ, രത്നക്കല്ലുകൾ, ആഭരണങ്ങൾ തുടങ്ങിയവ മികച്ച കയറ്റുമതിയുണ്ടായതായി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ചരക്ക് സേവന കയറ്റുമതിയിൽ 5.23% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 7ാം ചരമവാർഷികമായി ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ദേശീയ തലസ്ഥാനത്ത് വാജ്പേയിയുടെ സ്മാരകത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. അടൽ ബിഹാരി വാജ്പേയി 3 തവണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. നാഗാലാന്റ് ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു. ഇന്നലെ ചെന്നൈയിലായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. മണിപ്പൂർ ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകുന്നേരം ചെന്നൈയിൽ നടക്കും. ലാ ഗണേശന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. നാഗാലാന്റിൽ ഈ മാസം 22 വരെ ഔദ്യോഗിക ദുഃഖാചരണമാണ്. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത നാവിക അഭ്യാസമായ സ്ലിനെക്സിൽ പങ്കെടുക്കാൻ INS റാണയും INS ജ്യോതിയും കൊളംബോയിൽ എത്തി. അഭ്യാസത്തിന്റെ 12ാം പതിപ്പാണ് വ്യാഴാഴ്ച ആരംഭിച്ചത്. 2 പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്താൻ സ്ലിനെക്സിലൂടെ കഴിഞ്ഞുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂ ആന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിവിധ മേഖലകളിലെ ഇന്ത്യ ദക്ഷിണ കൊറിയ ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ.
ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 CISF ഉദ്യോഗസ്ഥരുൾപ്പെടെ 60 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 120-ലധികം പേരെ രക്ഷപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്തു. രാജ്യത്തുടനീളം ഈ വർഷം ജൂലൈ വരെ 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ കർഷകർക്ക് വിതരണം ചെയ്തതായി ദേശീയ കൃഷി വികാസ് യോജന. പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആകെ 1706.18 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഏകദേശം 290 ലക്ഷം ഹെക്ടറുകളിൽ സോയിൽ മാപ്പിംഗും പൂർത്തിയായിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ M പ്രാണേഷിന് കിരീടം. ചലഞ്ചേഴ്സ് വിഭാഗത്തിലാണ് കിരീട നേട്ടം. ഇതേ മത്സരത്തിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ജർമ്മൻ താരം വിൻസെന്റ് കെയ്മർ കിരീടം നേടിയിരുന്നു. അലാസ്ക ഉച്ചകോടിയിൽ യുക്രൈൻ റഷ്യ സംഘർഷം സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ചർച്ച സമവായത്തിൽ എത്തിയില്ല. എന്നാൽ റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. I believe we had a very productive meeting. There were many points that we agreed on. Most of them, I would say, a couple of big ones that we haven't quite gotten there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരള തീരത്ത് നാളെ വരെയും ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഈ മാസം 19 വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക്. എറണാകുളം ഭാഗത്തേക്ക് 3 കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. ഇന്നലെ രാത്രി തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന പാതയുടെ സർവീസ് റോഡിൽ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം. കേരളത്തിൽ കെ-ഫോണിന്റെ പ്രവർത്തനം OTT സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിക്കുന്നു. 29 OTT പ്ലാറ്റ്ഫോമുകളും 350ഓളം ഡിജിറ്റൽ ചാനലുകളും ഉൾപ്പെടെ പരിഷ്കരിച്ച കെ-ഫോൺ OTT പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടനം ഈ മാസം 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരു മാസം നീണ്ടുനിന്ന രാമായണ മാസാചരണത്തിന് ഇന്ന് ഭക്തി നിർഭരമായ സമാപനം. ഓണത്തിന്റെ വരവറിയിച്ച് നാളെ ചിങ്ങം 1. ഈ മാസം 26-നാണ് അത്തം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ്, പമ്പ ഗണപതി ക്ഷേത്രം മേൽശാന്തി നറുക്കെടുപ്പ് എന്നിവ നാളെ നടക്കും. രാജ്യമെമ്പാടും ഇന്ന് ജന്മാഷ്ടമി ഉത്സവം ആഘോഷിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായാണ് ഇത് ആഘോഷിക്കുന്നത്. ഉത്തർപ്രദേശിലെ മഥുരയും വൃന്ദാവനവും ജന്മാഷ്ടമി ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും. പുതുച്ചേരിയിൽ ഇന്ന് ഡി ജൂറി ട്രാൻസ്ഫർ ദിനം ആഘോഷിച്ചു. 1962-ലെ ഉടമ്പടിയെ തുടർന്ന് പഴയ ഫ്രഞ്ച് അധിവാസ കേന്ദ്രങ്ങളായ പുതുച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇന്ത്യൻ യൂണിയനിലേക്ക് ഔപചാരികമായി കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ ഓർമ്മ ദിനമാണിത്. കേരളത്തിന്റെ ക്രിക്കറ്റ് മാമാങ്കമായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം പതിപ്പിന് മുന്നോടിയായുള്ള ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ലീഗിലെ 6 ടീമുകളെ ഔദ്യോഗിക ഗാനത്തിന്റെ അകമ്പടിയോടെ വേദിയിൽ പരിചയപ്പെടുത്തും. തുടർന്ന് KCLന്റെ ഭാഗ്യ ചിഹ്നങ്ങളുടെ പ്രഖ്യാപനവും സംഗീത നിശയും അരങ്ങേറും. കസാഖിസ്ഥാനിൽ ഇന്ന് ആരംഭിക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിനെ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കർ നയിക്കും. ഇന്ത്യയ്ക്കായി 164 ഷൂട്ടർമാരാണ് മത്സരിക്കുന്നത്. ഒളിമ്പ്യന്മാരായ റൈസ ദില്ലൺ, അഞ്ജും മൌദ്ഗിൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ തുടങ്ങിയവർ സംഘത്തിലുണ്ട്. ഈ മാസം 30 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. മുംബൈയിൽ ഇന്ന് കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ മുതൽ നഗരത്തിൽ ഇടയ്ക്കിടെ പെയ്തുകൊണ്ടിരുന്ന മഴ ഇന്ന് പുലർച്ചെ പലയിടങ്ങളിലും ശക്തി പ്രാപിച്ചതായാണ് റിപ്പോർട്ട്. തുടർച്ചയായ മഴ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായി. മിക്ക സ്ഥലങ്ങളിലും ദൈനംദിന ജീവിതവും ഗതാഗതവും തടസ്സപ്പെട്ടു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ മുംബൈ പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം അയൽപ്രദേശങ്ങളായ റായ്ഗഡിൽ ഓറഞ്ച് അലർട്ടും പാൽഘറിനും താനെയ്ക്കും മഞ്ഞ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. അനധികൃത കുടിയേറ്റം രാജ്യത്തെ ജനസംഖ്യാ സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വാണിജ്യ കയറ്റുമതി 7.3% വർദ്ധിച്ച് $37.24 ബില്യൺ.
കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ചലഞ്ചേഴ്സ് വിഭാഗത്തിൽ ഇന്ത്യയുടെ എം പ്രാണേഷിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.